ഇത് സൗന്ദര്യരാജ്. ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന ഇടനിലക്കാരിൽ ഒരാൾ. 3 വർഷമായി സൗന്ദര്യരാജ് ലേക്ക് ഷോർ കേന്ദ്രീകരിച്ച് അവയവ കച്ചവടം ആരംഭിച്ചിട്ട്. സൗന്ദര്യരാജിനായി രോഗികളും അവയവദാതാക്കളും എത്തുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്നാണ്. സൗന്ദര്യരാജിനൊപ്പമുള്ള 2 പേരും അവയവ വിൽപ്പനയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ലേക്ക് ഷോറിൽ എത്തിയവരാണ്. ഇവർ അവയവം നൽകുന്നതിനു മുമ്പുള്ള പരിശോധനകൾക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആശുപത്രിയുടെ 3ാം നിലയിലുള്ള നെഫ്രോളജി വിഭാഗത്തിലായിരുന്നു ഇവർ കൂടുതൽ സമയവും. സൗന്ദര്യരാജിനെ പിന്തുടർന്ന് ആശുപത്രിയിൽ നിന്നിറങ്ങി ഞങ്ങളെത്തിയത് ലേക്ക് ഷോറിന് സമീപത്തുള്ള ലോഡ്ജിലാണ്. സൗന്ദര്യരാജിന്റെ മുറിയിലെത്തിയ ഞങ്ങൾക്ക് ലഭിച്ചത് 3 വർഷത്തിനിടെ ലേക്ക് ഷോറിൽ അവയവദാനത്തിനെത്തിയ 89 പേരുടെ രേഖകളും വിവരങ്ങളുമാണ്. ലേക്ക് ഷോർ ആശുപത്രിയുടെ സീലും സൗന്ദര്യരാജിന്റെ പക്കൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചു. സൗന്ദര്യരാജിനോട് ഞങ്ങൾ സംസാരിച്ചു. ஹாஸ்பிட்டல் தெரிஞ்சு தான் நான் பண்ணுறேன். வர போக தெரியும் சார். வந்து பேஷண்ட்டுக்கு வந்து அவங்க செக்கப் போட்டு இந்த மாதிரி டோனர்னா செக்கப் எழுதி கொடுப்பேன். டாக்டர் பார்த்துட்டு எழுதி கொடுப்பாங்க, அவ்வளோதான். வந்து அபிசார் தான் எழுதி கொடுப்பாரு. அவங்க டேரெக்டாக நான் போக மாட்டேன். அவங்க யார் பேஷண்ட்டோ அவங்க தான் போவாங்க. ലേക്ക് ഷോർ ആശുപത്രിയിലെ ട്രാൻസ്പ്ലാന്റേഷൻ കോർഡിനേറ്ററായ അപർണയെ ഞങ്ങളുടെ മുന്നിലിരുന്ന് തന്നെ അയാൾ വിളിച്ചു. மேம் மேம் இவங்க அந்த இந்திராணி இருக்காங்க இல்லையா, 5 டாக்டர் பார்த்தாச்சு. வேறு என்ன பண்ணணும் மேம்? இன்னைக்கு ஊருக்கு போகிறாங்க மேம். அவங்க அடுத்த வாரம் தாங்க மேம் வருவாங்க. ஆமாம் மேம். என்கிட்ட எதுவும் இல்லை மேம். எதுவும் இல்லை மேம். சரி மேம். டாக்டர் பார்க்கலாம், பார்த்துட்டு தானே நம்ம பேப்பர் வாங்கணும் இல்லைங்களா? എല്ലാ ഡാക്ടറും മുടിച്ചൊരുപാട് പേപ്പർ വാങ്ങണമെന്നില്ല മാം. അവയവം വിൽക്കാനെത്തിയ തമിഴ്നാട് സ്വദേശികളോടും ഞങ്ങൾ സംസാരിച്ചു. തങ്ങളുടെ ഏത് അവയവമാണ് വിൽക്കാൻ പോകുന്നതെന്ന ധാരണ അവർക്കുണ്ടായിരുന്നില്ല. പണം ലഭിക്കുമെന്ന് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. 30 ലക്ഷം രൂപ രോഗികളിൽ നിന്ന് വാങ്ങുന്ന ഇടനിലക്കാർ அவயவதாதாக்களுக்கு നൽകുന്നത് 4 മുതൽ 7 லட்சம் வரையான. தெரிஞ்சவங்க கிட்ட பேசிட்டு இருந்தோம். அந்த மாதிரி கடன் பிரச்சனை இருக்குது, என்ன பண்ணலாம் ஏது பண்ணலான்னு கேட்டுட்டு இருந்தோம். அதனால் அவங்க வந்து பக்கத்தில் இருக்கிறவங்க சொல்லியிருந்தாங்க, இந்த மாதிரி அவர்கிட்ட போனீங்கன்னா அவங்க எதாக இருந்தாலும் பார்ப்பாங்க அப்படின்னு. ஆனால் அவர் பேர் என்னன்னு தெரியாது. அவர் வந்து பேசிட்டு போனார், இந்த மாதிரி ஆள் இருக்குமா, வேணால் பண்ணுறேன்னா பண்ணுங்க, நீங்கள் வேணால் அந்த பணம் வாங்கி கூட கடன் கட்டிக்கலாம், ஒன்றும் பிரச்சனை இல்லை அப்படின்னாங்க. அது மட்டும்தான் தெரியும். அவர் யாருன்னே சத்தியமால எங்களுக்கு தெரியாதுங்கண்ணா. எனக்கு தெரிஞ்சது இவங்க மட்டும்தான் தெரியும், வேறு யாரும் எனக்கு தெரியாது. ஆனால் இவங்களுக்கு ஏதாவது அவங்க பழக்கமாக என்னமோ அது தெரியாது. கடன் பிரச்சனை இருக்குது, கொடுத்தோம். கடன் 3 லட்ச ரூபா கடன் இருக்குது. எல்லாம் வெளியே கந்து വെട്ടി എല്ലാം പണം വാങ്ങി എല്ലാം ലാക്ക് വെച്ചു. തമിഴ്നാട്ടിലെ വിദൂര ഗ്രാമങ്ങളിൽ കടക്കണിയിൽപ്പെടുന്ന മനുഷ്യരെ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് ലേക്ക് ഷോറിലേക്ക് എത്തിക്കാൻ സൗന്ദര്യരാജിനെ പോലുള്ള ഇടനിലക്കാരെ നിർത്തിയിരിക്കുന്നുവെന്നാണ് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു കച്ചവട റാക്കറ്റിന്റെ സാന്നിധ്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ക്യാമറ പേഴ്സൺ അക്ഷയ് വിഎസിനും വിഷ്ണു അജയനുമൊപ്പം റാഫി ഗരീം, കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം 24/7.